കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയായ മലപ്പുറത്തെ തദ്ദേശ ചിത്രമാണ് ഇനി പവർ പഞ്ചായത്ത് പരിശോധിക്കുന്നത്. ഏറ്റവും വലിയ ജനസഞ്ചയത്തെ ഉൾക്കൊള്ളുന്നതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഉള്ളതും മലപ്പുറം ജില്ലയിൽ തന്നെ. ചരിത്രവും സംസ്കാരവും ഇഴയടുപ്പത്തിൽ ചേർന്ന് നിൽക്കുന്ന മലപ്പുറം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിർണായക സ്ഥാനം വഹിക്കുന്നു. മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ് മലപ്പുറം എന്ന് നമുക്കറിയാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഈറ്റില്ലം കൂടിയാണ് മലപ്പുറം ജില്ല. മലപ്പുറത്തിൻ്റെ തദ്ദേശ ചിത്രം തുടങ്ങാം. അതിനു മുൻപ് മലപ്പുറത്തെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യം കൂടിയില്ല. നേരെ മുനിസിപ്പാലിറ്റികളുടെ കാർഡിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ പോകാം. മലപ്പുറം ജില്ലയിലാകെ ഉള്ളത് 12 മുനിസിപ്പാലിറ്റികൾ ആണുള്ളത്. നമുക്ക് ആ മുനിസിപ്പാലിറ്റികളുടെ കാർഡിലേക്ക് ഒന്നുകൂടി മടങ്ങി പോകാൻ സാധിച്ചിരുന്നെങ്കിൽ നല്ല ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഓക്കെ, നമുക്ക് 12 മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത്. ജില്ലയുടെ ആകെ ചിത്രമാണിത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ആകെ 32 ഡിവിഷനുകളാണ് ഉള്ളത്. ഒരുപാട് ഡിവിഷനുകൾ ഉണ്ട് എന്നുള്ളത് അവിടുത്തെ വലിയ ജനസംഖ്യയെ ചൂണ്ടിക്കാട്ടുന്നതാണ്. ഗ്രാമപഞ്ചായത്തുകൾ 94 ഗ്രാമപഞ്ചായത്തുകൾ മലപ്പുറം ജില്ലയിൽ മാത്രമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ മാത്രം 15 എണ്ണം ഉണ്ട് എന്നുള്ളതും പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ് മലപ്പുറം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏത് കൊമ്പൻ ഇറങ്ങിയാലും ഇളകാത്ത കോട്ടയായി അത് ഇത്ര നാൾ തുടർന്നിട്ടുണ്ട്. ഇത്തവണയും മാറ്റമൊന്നും ഉണ്ടാകില്ലെന്ന വിശ്വാസത്തിലാണ് UDFും ലീഗും ഉള്ളത്. ലീഗിന്റെ കരുത്തിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് കോൺഗ്രസ് എക്കാലവും അവിടെ പോരിനിറങ്ങുകയും ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിൽ 16 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. കൊണ്ടോട്ടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, തിരൂർ, കോട്ടയ്ക്കൽ എന്നീ 13 മണ്ഡലങ്ങൾ UDFിന്റെ സ്വന്തമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന്. താനൂർ, തവന്നൂർ, പൊന്നാനി എന്നീ മണ്ഡലങ്ങൾ മാത്രമാണ് LDFിന്റെ കൈവശമുള്ളത്. 2016 LDF പിടിച്ചെടുത്ത നിലമ്പൂർ 2 മാസം മുമ്പ് ആര്യാടൻ ചൗക്കത്തിലൂടെ UDF വീണ്ടെടുത്തു എന്നുള്ളത് പ്രേക്ഷകരുടെ എല്ലാം ഓർമ്മയിലിരിക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ അവസാനം നടന്ന ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDFിന്റെ സ്വാധീനത്തിന് മാറ്റമില്ല. ജില്ലയിലാകെയുള്ള 2 പാർലമെന്റ് മണ്ഡലങ്ങളിൽ, അതായത് പൊന്നാനിയും മലപ്പുറത്തും UDF തന്നെയാണ് MP-മാരായി വിജയിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം തന്നെ മുനിസിപ്പാലിറ്റികളുടെ ചിത്രത്തിലേക്ക് പോകാം. മലപ്പുറത്തെ മുനിസിപ്പാലിറ്റികൾ എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ നേരത്തെ പറഞ്ഞു 12 മുനിസിപ്പാലിറ്റികളാണുള്ളത്. അതിൽ 9 എണ്ണം UDFും ഒപ്പം തന്നെ 3 എണ്ണം മാത്രമാണ് LDFിന്റെ കയ്യിൽ ഉള്ളത് എന്നുള്ളതാണ്. ആദ്യം തന്നെ നമുക്ക് മലപ്പുറം മുനിസിപ്പാലിറ്റിയിലേക്ക് പോകാം. വളരെ വേഗത്തിൽ നമുക്ക് പോകാം. ഭരണം ക്ഷമിക്കണം, ഇത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയാണ്. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ ഭരണം LDFിനാണ് എന്നുള്ളതാണ് പ്രധാനം. അവർ കയ്യിലുള്ള 3 മുനിസിപ്പാലിറ്റികൾ, ഒന്ന് പെരിന്തൽമണ്ണയാണ്. അവിടെ 20 സീറ്റിലാണ് LDF അവിടെ ഭരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. ബാക്കി സീറ്റുകളാണ് UDFിൻ്റെ കയ്യിലുള്ളത്. ഇത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയാണ്. അവിടെ PV അൻവറിൻ്റെ പിന്തുണ കൂടി ആ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കുന്നതിന് UDFിനെ സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. അത് ഇങ്ങനെയാണ്. LDFിനെ സംബന്ധിച്ച് 23 ഡിവിഷനുകൾ കൗൺസിലർമാർ അവർക്കുണ്ട്. UDFിന് 9, BJP ഒരെണ്ണം ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ഇനി അടുത്ത മുനിസിപ്പാലിറ്റിയിലേക്ക് കൂടി നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. ഇവിടെ ഈ കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലയാണ്, ഉപതെരഞ്ഞെടുപ്പ് നടന്ന മേഖലയാണ് എന്നീ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിലെ MLA ആര്യാടൻ ഷൗക്കത്ത് ആണ്. അവിടെ PV അൻവർ MLAയുടെ സ്വാധീനം CPIMന്റെ സംഘടനാ ശേഷിയും കൂടിയായപ്പോഴാണ് 2020 LDF അട്ടിമറി വിജയം നേടി ഭരണത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഇനി നമ്മൾ പോകുന്നത് പൊന്നാനിയിലേക്കാണ്. പൊന്നാനിയിൽ ആകെയുള്ളത് 51 വാർഡുകളാണ് എന്നുള്ളതാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്. അവിടെ LDFിന് 38 വാർഡുകളുണ്ട്. അങ്ങനെയാണ് LDF മൂന്നാമതായി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയായി പൊന്നാനി മാറിയത്. UDFിന് 10 മാത്രമാണ് ഉള്ളത്. ഒപ്പം തന്നെ BJPക്ക് 3 വാർഡുകളിലും അല്ലെങ്കിൽ ഡിവിഷനുകളിലും ജയിക്കാനായി 38 എന്ന് പറയുന്ന വലിയ ഭൂരിപക്ഷത്തിലാണ് പൊന്നാനി UDF കയ്യിൽ വെച്ചത്. ചെയർമാനും വൈസ് ചെയർപേഴ്സണും CPIMൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഈ വലിയ ഫിഗർ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകും. 2015 മുതൽ LDFിൻ്റെ കയ്യിലുള്ളതാണ്. അതായത് തുടർച്ചയായ 2ാമത്തെ ടൈമിലും പൊന്നാനി നഗരസഭ LDFിൻ്റെ പൊന്നാപുരം കോട്ടയായി മലപ്പുറത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. വളരെ വേഗത്തിൽ നമുക്ക് കൊണ്ടോട്ടിയിലേക്ക് പോകാം. ആകെ 40 വാർഡുകളാണ് കൊണ്ടോട്ടി നഗരസഭയിലുള്ളത്. അത് UDF ആണ്. ഇനി അങ്ങോട്ട് UDF ആണ് മൊത്തം ഭരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. UDFിനെ സംബന്ധിച്ച് 31 എന്ന് പറയുന്ന വലിയ ഫിഗറുണ്ട്. LDFിന് 6 ഡിവിഷനുകളിൽ മാത്രമാണ് മലപ്പുറത്ത് ജയിക്കാനായത്. അവിടെ തന്നെ കോൺഗ്രസിന് 2 വിമതർ ഉണ്ട് എന്നുള്ളതും, അതായത് ഇവിടെ ഭരണം UDFിൻ്റെ കയ്യിൽ നിൽക്കുമ്പോഴും 31
എന്ന് പറയുന്ന വലിയ ഫിഗറിൽ ഇവിടെ നിൽക്കുമ്പോൾ പോലും 2 കോൺഗ്രസ് വിമതർ അവിടെ നിൽക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വെൽഫെയർ പാർട്ടി മലപ്പുറത്ത് അവിടെ വലിയ അവർക്ക് പല പോക്കറ്റുകളിലും ശക്തിയുണ്ട്. അങ്ങനെ അവർക്ക് ഒരു ഡിവിഷൻ ഉണ്ട്. ഭരണം UDF-നാണ്. 40 വാർഡുകൾ അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ധാരണ പ്രകാരം ആദ്യ 2.5 വർഷം അധ്യക്ഷ സ്ഥാനം ലീഗിനും തുടർന്ന് കോൺഗ്രസിനും എന്നായിരുന്നു. അത് അവർ പങ്കെടുക്കുകയും ചെയ്തു. ലീഗിലും കോൺഗ്രസിലും അതൃപ്തരാണ് ഉള്ളതാണ് UDF-ന്റെ പ്രശ്നം. ആ അതൃപ്തിയാണ് ഈ 2 വാർഡുകൾ ജയിക്കുന്ന ഘടകത്തിലേക്ക് അവിടെ എത്തിയത്. പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ലീഗിനും UDF-നും കൊണ്ടോട്ടിയിൽ തലവേദന ഉണ്ടാകും എന്നൊരു ചിത്രം നിലവിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പോകുന്നത് ശാന്തകുമാർ വെള്ളാലത്തിലേക്കാണ്. ശാന്തകുമാർ വെള്ളാലത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. ജില്ലാ പഞ്ചായത്ത് UDF-നാണ് ഭരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. UDF 27 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ജയിച്ചിട്ടുണ്ട്. അവിടെ മുസ്ലിം ലീഗ് തന്നെയാണ് ബഹുഭൂരിപക്ഷം, 22 കോൺഗ്രസിന് 5 എണ്ണം മാത്രമാണ് ജയിക്കാനായിട്ടുള്ളത്. പക്ഷെ അപ്പോഴും 27 എന്ന് പറയുന്ന വലിയ സംഖ്യ, 32-ൽ 27 എന്ന് പറയുന്ന വലിയ സംഖ്യയിൽ ജയിച്ചിട്ടാണ് അവർ ഇവിടെ ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുത്തിട്ടുള്ളത്. LDF-നെ സംബന്ധിച്ച് 5 ഡിവിഷനുകളിൽ മാത്രമാണ് ജില്ലാ പഞ്ചായത്തിൽ അവർക്ക് ജയിക്കാനായിട്ടുള്ളത്. CPI-എമ്മിനെ സംബന്ധിച്ച് 4-ഉം CPI-യെ സംബന്ധിച്ച് 1-ഉം മാത്രമാണ് ജയിക്കാൻ അവിടെ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ശാന്തകുമാർ വെള്ളാലത്ത് വിശദാംശങ്ങളും വിശകലനങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിങ് ശാന്തകുമാർ. മലപ്പുറത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രത്തിനൊപ്പം തന്നെ എല്ലാ കാലത്തും നമ്മൾ പറയുന്ന ഒരു പേര് മുസ്ലിം ലീഗ് എന്നുള്ളതാണ്. മലപ്പുറം എന്നാൽ മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗ് എന്നാൽ മലപ്പുറം എന്നൊരു രാഷ്ട്രീയ ചിത്രം അത് എത്ര വലിയ ശക്തമായിട്ടുള്ള ഇടത് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോഴും ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന് പല പോക്കറ്റുകളിലേക്കും കയറിപ്പറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആകെ ചിത്രം പരിശോധിക്കുമ്പോൾ അത് ലീഗിലൂടെ UDF-ലേക്ക് തന്നെയാണ് ചാഞ്ഞു നിൽക്കുന്നത്. ഈ ഡാറ്റ നമ്മൾ കഴിഞ്ഞ തവണത്തെ ഡാറ്റ വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിയിലെയും ജില്ലാ പഞ്ചായത്തിലെയും മത്സര ചിത്രം എന്താകും ഇക്കുറി? ബിനിൽ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെയാണ് മലപ്പുറം മുസ്ലിം ലീഗിൻ്റെ ഒരു പൊന്നാപുരം കോട്ടയാണ്. ആ പൊന്നാപുരം കോട്ട കാക്കുന്നതിന് മുസ്ലിം ലീഗിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അത്രയ്ക്കധികം സ്വാധീനമുണ്ട് മുസ്ലിം ലീഗിന്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില പോക്കറ്റുകളിൽ മാത്രമാണ് മറ്റു മുന്നണികൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് അവർക്ക് തുടരാൻ കഴിയുന്നത് 2 ഇടങ്ങളിൽ മാത്രമാണ്. പ്രധാനമായും അത് പൊന്നാനിയും പെരിന്തൽമണ്ണയുമാണ്. പിന്നെ ഒന്ന് ഭരണം നടത്തുന്നത് നിലമ്പൂർ നഗരസഭയുമാണ്. ഈ 3 നഗരസഭ ഒഴിച്ചാൽ ബാക്കിയെല്ലാം മുസ്ലിം ലീഗിൻ്റെ സമ്പൂർണ്ണ ആധിപത്യത്തിലാണ്, അല്ലെങ്കിൽ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെയാണ്. അത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ സാന്നിധ്യം, സ്വാധീനം എല്ലാം എല്ലാ ഭാഗത്തും കൃത്യമായി അത് ഉണ്ടാക്കിയെടുക്കാൻ അവരുടെ സംഘടനാശേഷി, അവരുടെ സാമുദായിക ശേഷി എല്ലാം കൊണ്ടും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ എല്ലാ കാലത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുതന്നെയാണ് ഇപ്പോഴും മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം. മലപ്പുറം ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്വാധീനത്തിൽ മുസ്ലിം ലീഗിന് ആ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതും അത് തന്നെയാണ്. അത് ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതായത് ഈ പൊന്നാപുരം കോട്ട തകർക്കാൻ ആരെക്കൊണ്ട് കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഓരോ ഭാഗത്തും അത് നഗരസഭയായാലും ജില്ലാ പഞ്ചായത്തായാലും മറ്റ് തദ്ദേശ വാർഡുകൾ എവിടെയാണെങ്കിലും അതിനെ കൃത്യമായ സംഘടനാശേഷി നിറവേറ്റിക്കൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് അവയെല്ലാം പിടിച്ചെടുക്കാൻ കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിനകത്ത് ചില സൗന്ദര്യ പിണക്കങ്ങളും അല്ലെങ്കിൽ ചില അപശബ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയെല്ലാം നിയന്ത്രിക്കാനും അവയെല്ലാം നിലം പരിശാക്കാനും മുസ്ലിം ലീഗിന് എല്ലാ കാലത്തും കഴിഞ്ഞിട്ടുണ്ട്. അതായത് മുസ്ലിം ലീഗിന് മലപ്പുറം അവരുടെ ഒരു സ്വാധീന ശക്തിയാണ്, അവരുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ്. ആ കേന്ദ്രത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ നേതാക്കളുമുള്ളത്. ആ നേതൃത്വത്തിൻ്റെ എല്ലാ പിന്തുണയോടും കൂടി ആ സംഘടനയ്ക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ നിയമസഭയിൽ എല്ലാം അവരുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിലമ്പൂരിൽ തന്നെയായിരുന്നു. നിലമ്പൂർ നഗരസഭ ഭരിക്കുന്നത് LDF ആണ്. അത് നിലമ്പൂർ നഗരസഭ 2020-ൽ കോൺഗ്രസിൽ നിന്നും ഏറെക്കാലം കോൺഗ്രസിൻ്റെ കൈവശമുള്ള പഞ്ചായത്താകുമ്പോഴും പിന്നീട് നഗരസഭയായി മാറിയപ്പോഴും ഒക്കെ അത് കോൺഗ്രസിൻ്റെ ഏറെ സ്വാധീനമുണ്ടായിരുന്നതാണ്. ആ സ്വാധീനത്തെ ഇടതുപക്ഷത്തിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അത് വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിന് ലീഗിന് വലിയ പങ്കുണ്ട്, മണ്ഡലത്തിൽ വലിയ പങ്കുണ്ട്. അത്
അവരുടെ സംഘടനാ ശേഷി കൂടി സൂചിപ്പിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു സംഘടനാ ശേഷി കോൺഗ്രസിന് ജില്ലയിൽ ആകെ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ മുസ്ലിം ലീഗിന് അത് കൃത്യമായി ഉണ്ട്, അത് നിറവേറ്റാൻ അവർക്ക് കഴിയുന്നുണ്ട്. അത് മണ്ഡലത്തിലാകെ വ്യാപിപ്പിച്ചുകൊണ്ട് ആ സംഘടനാ രീതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ജനപ്രതിനിധികളെ സൃഷ്ടിക്കാനും ആ ജനപ്രതിനിധികളെ വഴി ആ ജില്ലയിലാകെ അവരുടെ ഭരണം സാരഥ്യം ഏറ്റെടുത്ത് നടപ്പാക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. അതിന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിന് വലിയ പങ്കുണ്ട്. അതിൻ്റെ നേതൃസ്ഥാനം വഹിക്കുന്നവർക്ക് ഓരോരുത്തർക്കും വലിയ പങ്കുണ്ട്. അവരുടെ പൊന്നാപുരം കോട്ട തന്നെയാണ്. ആ പൊന്നാപുരം കോട്ട തകർക്കാൻ ഒരു കാരണവശാലും ആരെയും അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് എല്ലാ കാലത്തും നിലപാടെടുത്തിട്ട് അത് അവർക്ക് കൃത്യമായി നിറവേറ്റി കൊണ്ടുപോകാൻ കഴിയുന്നു. LDFന് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ശാന്തകുമാർ തുടരുക. നമുക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഒപ്പം തന്നെ അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. പവർ പഞ്ചായത്തിൽ മലപ്പുറം ജില്ല തുടരും. ഇടവേളയ്ക്ക് ശേഷം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പവർ പഞ്ചായത്ത് തുടരുകയാണ് മലപ്പുറം ജില്ലയ്ക്കൊപ്പം. മലപ്പുറം ജില്ലയുടെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ചിത്രമാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത്. മലപ്പുറം ജില്ലയിൽ ആകെ ഉള്ളത് 94 ഗ്രാമപഞ്ചായത്തുകളാണ്. എത്രത്തോളം വലിയ ജില്ലയാണ് മലപ്പുറം എന്നുള്ളത് ഈ സംഖ്യ ഇവിടെ ഈ കാണുന്ന ഈ സംഖ്യ കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതാണ്. അവിടെ ഉള്ളത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ വലിയ ഭൂരിപക്ഷവും മുസ്ലിം ലീഗ് ഉള്ളതിനാൽ തന്നെ കയ്യിലുള്ളത് UDFിൻ്റെ കയ്യിലാണ്. 70 ഗ്രാമപഞ്ചായത്തുകളും അവിടെ ഭരിക്കുന്നത് UDF ആണ്. 24 ഗ്രാമപഞ്ചായത്തുകളിൽ LDFും അവിടെ ഭരണം ഉറപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ചിത്രം. CPIM ആണ് അല്ലെങ്കിൽ LDF ആണ് 24 ഗ്രാമപഞ്ചായത്തുകളും ഭരിക്കുന്നത്. UDF ലീഗും കോൺഗ്രസും കൂടി ചേർന്ന് 70 ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുകയാണ്. മാറിമറിഞ്ഞ ഭരണം ചുങ്കത്തറയിലാണ് എന്നുള്ളതാണ് നമുക്കറിയാം. ചുങ്കത്തറയിൽ ഉണ്ടായിട്ടുള്ള സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാവുന്നതാണ്. 5 വർഷത്തിനിടെ അവിടെ 4 പ്രസിഡന്റുമാർ ഭരണം നടത്തിയാണ്. അങ്ങനെയാണ് സംസ്ഥാനത്തിൻ്റെ ആകെ ശ്രദ്ധയിലേക്ക് ചുങ്കത്തറ എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് വരുന്നത്. ആകെ 20 വാർഡുള്ള പഞ്ചായത്തിൽ 2020 തെരഞ്ഞെടുപ്പിൽ LDFും UDFും 10 വാർഡുകൾ വീതം വിജയിച്ചു. നറുക്കെടുപ്പിൽ UDFിന് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിക്കുകയാണ് ഉണ്ടായത്. 16 മാസത്തിന് ശേഷം LDF MLA ആയിരുന്ന PV അൻവറിന്റെ നേതൃത്വത്തിൽ ലീഗ് അംഗത്തെ കൂറുമാറ്റി അവരെ തന്നെ പ്രസിഡന്റ് ആക്കുകയും ചെയ്തു. 1 വർഷം തികയും മുൻപേ ഈ അംഗത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കി. CPIM പ്രതിനിധി അങ്ങനെ പ്രസിഡന്റ് ആവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. LDF വിട്ട അതേ PV അൻവർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന CPIM അംഗത്തെ വീണ്ടും കൂറുമാറ്റി UDFന് ഭരണം തിരിച്ച് ഏൽപ്പിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അങ്ങനെ കോൺഗ്രസിന്റെ അംഗം വീണ്ടും പ്രസിഡന്റ് ആകുന്ന അതിനാടകീയമായ കാഴ്ചയ്ക്ക് കൂടി ഈ ഗ്രാമപഞ്ചായത്ത് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. മറ്റൊന്ന് ഏലംകുളം ഗ്രാമപഞ്ചായത്താണ്. EMSന്റെ ജന്മനാടാണ് ഏലംകുളം എന്നുള്ളത് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. 2020 തെരഞ്ഞെടുപ്പിൽ ആകെ ഉണ്ടായിരുന്ന 16 വാർഡുകളിൽ 8 വീതം വാർഡുകൾ LDFും UDFും നേടി ഒപ്പത്തിനൊപ്പമായി എന്നുള്ളതാണ്. UDFിൻ്റെ ഒരു ശക്തി കേന്ദ്രം എന്ന നിലയിൽ മലപ്പുറം ജില്ലയിൽ നിൽക്കുമ്പോൾ പോലും EMSന്റെ ജന്മസ്ഥലം എന്ന നിലയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു നാട്, LDFിനും ശക്തമായ ഒരു സാന്നിധ്യമുള്ള ഒരു നാട് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. നറുക്കെടുപ്പിലാണ് അവിടെ UDFിന് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത്. EMSന്റെ ജന്മനാടായ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഏലംകുളത്ത് UDF ഭരണം വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് പാർട്ടിക്കകത്ത് എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ കാലയളവിനിടയിൽ. 2024 ഒരു കോൺഗ്രസ് അംഗം കൂറുമാറിയതോടെ അവിടെ ഭരണം വീണ്ടും LDFിലേക്ക് തിരികെ എത്തുന്ന സാഹചര്യമുണ്ടായി. CPIM പ്രതിനിധി ആണ് ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റായി ഇരിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, അതായത് സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുള്ള ഗ്രാമപഞ്ചായത്തുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 94 ഗ്രാമപഞ്ചായത്തുകൾ മലപ്പുറത്തുണ്ട്. ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ കക്ഷിനില ഇങ്ങനെയാണ്. UDF 8, LDF 5 എന്നുള്ളതാണ്. ചാലിയാർ പഞ്ചായത്തിൽ ഭൂരിപക്ഷം UDFിനാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പക്ഷേ CPIM പ്രതിനിധി എന്നുള്ളതാണ് അവിടെ വിചിത്രമായ അല്ലെങ്കിൽ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ വിഭാഗത്തിന് സംവരണമുള്ളതാണ്. UDFന് ST പ്രതിനിധിയെ വിജയിപ്പിക്കാനായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ CPIM പഞ്ചായത്ത് ഭരണത്തിലേക്ക് അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തത്. അതേപോലെ തന്നെ പോത്തുകല്ല്, വഴിക്കടവ്, അമരമ്പലം, കരുളായി, മൂത്തേടം, ചുങ്കത്തറ പഞ്ചായത്തുകൾ PV അൻവറിൻ്റെ ശക്തി കേന്ദ്രമാണ് എന്നുള്ളതും നമ്മൾ ഓർത്തുപോകേണ്ട കാര്യങ്ങൾ ഉള്ള ഒന്നാണ്. അൻവർ ഇഫക്റ്റിനെ ആശ്രയിച്ചായിരിക്കും ഈ പഞ്ചായത്തിലെ ഭരണ സാധ്യതകൾ എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് അൻവർ അവിടെ വോട്ട് പിടിച്ചത്, പ്രത്യേകിച്ച് ഈ നിലമ്പൂർ നിയമസഭാ
മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് വോട്ട് പിടിച്ചത് എന്നുള്ളതും പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. അപ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെ ആവർത്തിക്കുമോ, UDF കൂടുതൽ കടന്നു കയറാൻ സാധിക്കുമോ, LDF അവരുടെ കോട്ടകൾ നിലനിർത്തുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് വളരെ വേഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഡാറ്റകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആകെ 15 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. അതിൽ 12 ഭരിക്കുന്നത് UDF തന്നെയാണ്. LDFിന് കയ്യിൽ ആകെ 3 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത്. മുസ്ലിം ലീഗിന്റെ കയ്യിലാണ്. ഈ 12-ൽ 11 ബ്ലോക്ക് പഞ്ചായത്തുകളുള്ളതും മുസ്ലിം ലീഗിന്റെ കയ്യിലാണ്. കോൺഗ്രസിന്റെ കയ്യിൽ 1 മാത്രമാണ് ഉള്ളത്. CPIM തന്നെയാണ് LDFിലെ ഈ 3 ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും അധ്യക്ഷ സ്ഥാനത്ത് ഉള്ളത്. അരീക്കോട്, കൊണ്ടോട്ടി, കാളികാവ്, കുറ്റിപ്പുറം, മലപ്പുറം, മങ്കട, നിലമ്പൂർ, പെരിന്തൽമണ്ണ, താനൂർ, തിരൂരങ്ങാടി, വേങ്ങര, വണ്ടൂർ എന്നീ 12 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് UDF ഭരിക്കുന്നത്. അതിൽ 11 ലീഗാണ്. ഇതിൽ നിലമ്പൂർ ഒഴിച്ച് 11 ലീഗ് ഭരണമാണ് എന്നുള്ളതും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. പൊന്നാനി, പെരുമ്പടപ്പ്, തിരൂർ എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകളാണ് LDFിന്റെ കൈവശം ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ശാന്തകുമാർ വെള്ളാലത്തിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് മടങ്ങിപ്പോകാം. ശാന്തകുമാർ, ഗ്രാമപഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ചിത്രം ഇതാണ്. നോക്കൂ, വന്യജീവി ശല്യം ഉൾപ്പെടെ വളരെ രൂക്ഷമായി ബാധിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഉണ്ട് മലപ്പുറത്ത്, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ. നമ്മൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്ത് ബഹുഭൂരിഭാഗവും നീക്കിവെച്ചിരുന്നത് ഈ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അവിടുത്തെ മലയോര മേഖലകളിൽ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അവിടെ കടുവയിറങ്ങിയ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ നിരന്തരമായി കാട്ടുപന്നിയുടെയും ആനയുടെയും കടുവയുടെയും ശല്യമുണ്ടാകുന്നു, പുലിയുടെ ശല്യമുണ്ടാകുന്നു. മാത്രമല്ല അവിടെ ഈ വന്യജീവികളെ പിടിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ള കെണിയിൽ നിന്നാണല്ലോ അവിടെ ഒരു കുഞ്ഞിന് ഷോക്കേറ്റ് മരിക്കേണ്ട സാഹചര്യം ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയായിരിക്കും ഈ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളും, അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഏറ്റവും താഴെത്തട്ടിൽ മലപ്പുറത്ത് രാഷ്ട്രീയം ചർച്ചയാവുക? തീർച്ചയായും ബിനിൽ സൂചിപ്പിച്ച പോലെ തന്നെയാണ് മലയോര മേഖല, അതായത് കിഴക്ക് ഭാഗം മുഴുവൻ മലയോര മേഖലയാണ്, പടിഞ്ഞാറ് അറബിക്കടലും തീരദേശ മേഖലയാണ്, ബാക്കി ഭാഗങ്ങൾ ഒരു നഗര സ്വഭാവമുള്ളതുമാണ് മലപ്പുറം ജില്ലയിൽ. അത് പഞ്ചായത്തുകളായാലും നഗരസഭകളായാലും എല്ലാറ്റിനും ഒരു വലിയ തോതിലുള്ള നഗര സ്വഭാവമുള്ള ഒരു ജില്ല കൂടി തന്നെയാണ്. അതിൽ രാഷ്ട്രീയമായി പറയുകയാണെങ്കിൽ അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം ലീഗിൻ്റെ തന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം, മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം, മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്യം എല്ലാം ഉള്ള ഇടങ്ങൾ തന്നെയാണ് മലപ്പുറം ജില്ലയിലെ എല്ലാ ഭാഗത്തും. അത് പഞ്ചായത്തുകളായാലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളായാലും ഒക്കെ അതുപോലെ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചത് ഈ ഏത് വിധത്തിൽ അത് രാഷ്ട്രീയമായി ബാധിക്കുമെന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വന്യമൃഗ ശല്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് മലയോര മേഖലയെ നേരിടുന്ന വലിയ പ്രതിസന്ധി നേരിടുന്നതാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നേരിടുന്നു. അത് ഏറ്റവും കൂടുതൽ മലയോരത്തെ കുടിയേറി കർഷകർ കൃഷിക്ക് വേറിയ പ്രാധാന്യം നൽകുന്ന ഒരു ജില്ല, ആ മേഖല തന്നെയാണ് നിലമ്പൂരും അതുപോലെ തന്നെ ഏറനാടും അതുപോലെ തന്നെ വണ്ടൂർ ഉൾപ്പെടുന്ന 3 അസംബ്ലി മണ്ഡലങ്ങളുടെ മേഖലകൾ കൂടി അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറെ ചർച്ച ചെയ്യാവുന്നതാണ്. അത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും ഇത്തരത്തിലുള്ള തന്നെയായിരുന്നു. ഈ മലയോര മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എല്ലാമായിരുന്നു. ഒരു മനുഷ്യനെ കടുവ കടിച്ചു തിന്നത് ഉൾപ്പെടെ നമ്മൾ ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്താണ്. നിരവധി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്, കരടിയുടെ ആക്രമണം, കാട്ടുപന്നിയുടെ ശല്യം, ഇവയെല്ലാം നിരന്തരം നേരിടുന്നത് മലയോര മേഖലയാണെങ്കിൽ ഗ്രാമീണ മേഖലയിലും അതുപോലെ നഗര മേഖലകളിലും എല്ലാം ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് തെരുവുനായ ശല്യമാണ്. അത് മലപ്പുറം ജില്ലയിൽ വളരെയധികം ഉള്ളതാണ് ഈ തെരുവുനായ ശല്യം. അത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അത് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. പേവിഷ ബാധിച്ച് ഒരു കുട്ടി മരിക്കുന്നത് ഉൾപ്പെടെ മലപ്പുറം ജില്ല ഈ അടുത്ത കാലത്ത് നേരിട്ടതാണ്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ തന്നെയാണ് മലപ്പുറത്ത് ഉള്ളത്. അത് അടുത്ത തെരഞ്ഞെടുപ്പുകളിലും ഓരോ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ശരി, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ശരി, അവയെല്ലാം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെയായിരിക്കും. കാരണം ജനങ്ങൾ നേരിട്ട് അത് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെയാണ്. അത് തന്നെയായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിലും ഏറെ ചർച്ച ചെയ്യപ്പെടാൻ പോവുക. അത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും അവയെല്ലാം ശക്തമായ ഒരു പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി അവയ്ക്കെല്ലാം വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവ ചർച്ചയാക്കുന്നതിന് ജനങ്ങൾക്ക് അത് മനസ്സിലാകുന്ന വിധത്തിൽ, ബോധ്യപ്പെടുന്ന വിധത്തിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവയെല്ലാം നമ്മൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും കണ്ടതാണ്. അവയെല്ലാം വീണ്ടും ഇപ്പോഴും തുടരുന്നുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും
ജനങ്ങൾ നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്ക് വലിയ പ്രചരണം ഉണ്ടാക്കും. അത് ഇടതുപക്ഷം ഭരിക്കുന്നു, കേന്ദ്രത്തിൽ NDA ഭരിക്കുന്നു. അപ്പോൾ അവയെല്ലാം ആ നിയമവശങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അവ ഭരണകർത്താക്കൾക്ക് നേരിടുന്ന അവരുടെ ജനങ്ങൾക്ക് നൽകേണ്ട സഹായങ്ങൾക്ക് ഒന്നും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളത് കൃത്യമായി പറയാൻ, ബോധ്യപ്പെടുത്താൻ അത് UDF-ന് കഴിയുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കാൻ അത് മുസ്ലിം ലീഗിന് കൃത്യമായി കഴിയുന്നു. അവരുടെ സംഘടനാശേഷിയും സംഘടനാ ബലവും അതിനെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. ബിനിൽ, ശരി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ പൊന്നാപുരം കോട്ടയായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ എത്രത്തോളം പോക്കറ്റുകളിലേക്ക് കടന്നു കയറാനാകും എന്നുള്ളത്, പ്രത്യേകിച്ച് പൊന്നാനി പോലെ കടന്നു കയറി പിന്നീട് കൂടെ നിർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് LDF എല്ലാ കാലത്തും പരീക്ഷിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്. എത്ര വലിയ ഇടതു തരംഗത്തിലും ഇളകാത്ത UDF കോട്ടയാണ് മലപ്പുറം. അതിന് പ്രധാന കാരണം മുസ്ലിം ലീഗ് തന്നെയാണ്. ഇക്കുറിയും അതിന് മാറ്റമുണ്ടാകില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് ലീഗ് കേന്ദ്രങ്ങൾ. കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടാകുമെന്നും ഒടുവിൽ നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂണ്ടുപലകയാകുമെന്നും UDF കണക്ക് കൂട്ടുന്നു. എന്നാൽ ലീഗ് കേന്ദ്രങ്ങളിൽ വിള്ളലുണ്ടാക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. വികസനം ചർച്ച ചെയ്ത് മുൻ തെരഞ്ഞെടുപ്പുകളെക്കാൾ കൂടുതൽ സീറ്റുകളും തദ്ദേശ സ്ഥാപനങ്ങളും നേടാനാവുമെന്ന് LDF-ഉം CPIM-ഉം കണക്ക് കൂട്ടുകയാണ്. സ്വന്തം വോട്ടുറപ്പിച്ച് ഏതെങ്കിലും തരത്തിൽ മുന്നേറാൻ കഴിയുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കാനാണ് BJP-യും നോക്കുന്നത്. പവർ പഞ്ചായത്ത് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ശനിയാഴ്ച കോട്ടയം, തൃശൂർ ജില്ലകളുമായി കാണാം. നമസ്കാരം, ഗുഡ് നൈറ്റ്.